Hi Kirad's and welcome back to my channel. Kirad's 2026 SSCയുടെ നോട്ടിഫിക്കേഷൻ ആൾറെഡി വന്നു കഴിഞ്ഞ് ഫോം ഫില്ലിംഗ് കംപ്ലീറ്റ് ആയി എക്സാം ഡേറ്റും എല്ലാ കുട്ടികൾക്കും ലഭിച്ചിട്ടുണ്ട്. അതായത് സ്റ്റാർട്ട് ആവുന്ന എക്സാം ഡേറ്റ് ഫെബ്രുവരി 23 മുതലാണ് എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. നിങ്ങൾക്ക് സെൽഫ് സ്ലോട്ട് ഓപ്ഷൻ എന്തായാലും ഫെബ്രുവരി ഫസ്റ്റ് വീക്കോടൊപ്പം ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന മുൻ വർഷങ്ങളിൽ ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്നും എത്ര കുട്ടികളാണ് പാസ്സായിരിക്കുന്നത്, അവർക്ക് എങ്ങനെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങളാണ്. നിങ്ങൾ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സക്സസ് അച്ചീവ് ചെയ്യുന്നത്. നിങ്ങൾക്കും പഠിച്ച് ഈ ഒരു ജോലി നേടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ പോയിന്റാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ഫിസിക്കൽ എപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യണം, മെഡിക്കൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഫൈനലി എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ ഷെയർ ചെയ്യുക പരമാവധി. ഇന്നത്തെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ അല്ല, എൻ്റെ അക്കാഡമിയെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുൾ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കുട്ടികളെ, എല്ലാ വർഷവും SSCയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ തന്നെ ആന ഡിഫൻസ് അക്കാഡമിയിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും. ഓൺലൈൻ ക്ലാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റും പിന്നെ ഫിസിക്കൽ ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ അവയർനെസ് ക്യാമ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്, കുട്ടികൾക്ക് ഇത് എങ്ങനെയാണ് ഹെൽപ്പ് ആവുന്നത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് ആന ഡിഫൻസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ചില കുട്ടികൾ ഓൺലൈൻ അഡ്മിഷൻ എടുക്കും, ചില കുട്ടികൾ ഓഫ്ലൈൻ അഡ്മിഷൻ എടുക്കും. ഫസ്റ്റ് ആണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള സിലബസ് അപ്ഡേറ്റ്. സിലബസ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ പഠിച്ചു പോകേണ്ടത്, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ആയിട്ട് SSCയുടെ സിലബസ് അല്ല ആർമി ജിഡിയുടേത്, SSCയുടെ സിലബസ് അല്ല എയർഫോഴ്സ് XY, അതേപോലെ തന്നെ നേവി SSR ആൻഡ് MRൻ്റെത്. അപ്പോൾ പ്രോപ്പറായിട്ട് സിലബസ് അറിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോപ്പറായിട്ടുള്ള സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്പെർട്ട് ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സുകളാണ്, അപ്ഡേറ്റഡ് സ്റ്റഡി മെറ്റീരിയൽ, റിവിഷൻ ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റ്, ഇതെല്ലാം നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ 150+ മോക്ക് ടെസ്റ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മലയാളത്തിലും ഇംഗ്ലീഷിലും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഓഫ്ലൈൻ്റെ ക്ലാസ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പെർ ഡെയിലി 3 to 5 ക്ലാസ്സുകൾ വരെയാണ് പെർ ഡേ ലഭിക്കുന്നത്. ഓൺലൈൻ്റെ ക്ലാസ്സിൻ്റെ കാര്യം പറഞ്ഞാൽ 2 to 3 ക്ലാസ് വരെയാണ് ലഭിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതോടൊപ്പം തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 5 കിലോമീറ്റർ റണ്ണിങ് ഈവൻറ്റിന് വേണ്ടി നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ വെയിറ്റ് ഒക്കെ കൂടുതലുള്ള കുട്ടികൾക്ക് നേരത്തെ എന്താണ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് നല്ലൊരു ഫാറ്റ് ലോസ് ജേണി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. ആ ഒരു ടിപ്സ് നമ്മളിവിടെ ഫോളോ ചെയ്യാറുണ്ട്. അങ്ങനെയും എല്ലാ വർഷം 2 to 3 കേഡറ്റിന് ജോലി കിട്ടാറുണ്ട്. അതായത് ഓവർ വെയിറ്റുള്ള കുട്ടികൾ കാണും, അവർ ഡിമോട്ടിവേറ്റ് കാരണം തയ്യാറെടുക്കത്തില്ല. കാരണം എനിക്ക് 80 കിലോ ഉണ്ട്, 100 കിലോ ഉണ്ട്, 117 കിലോ ഉള്ള കുട്ടികൾക്ക് വരെ ഇവിടെ വെയിറ്റ് കുറച്ചിട്ട് അവർക്ക് ജോലി നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ മെത്തേഡൊക്കെ നമ്മൾ ഇതോടൊപ്പം തന്നെ ഫോളോ ചെയ്തിരിക്കണം. പിന്നെ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, റിട്ടേൺ എക്സാമിന് നിങ്ങൾ എത്ര മാർക്കാണോ സ്കോർ ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ്സിൽ നല്ലപോലെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം, പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം, മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ കട്ട് ഓഫ് അനുസരിച്ച് വേണം നിങ്ങൾ പഠിച്ചു പോകേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ജോലിയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. മനസ്സിലായ കുട്ടികൾ, ഓരോ ഫോഴ്സിൻ്റെയും കട്ട് ഓഫ് അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ കുട്ടികൾ, അപ്പോൾ എക്സാമിൻ്റെ അപ്ഡേറ്റ് കഴിഞ്ഞു. ഇതനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുന്നു, അതനുസരിച്ച് അവർ എക്സാം പാസ്സാകുന്നു. അതിനുശേഷം ഫിസിക്കൽ ട്രെയിനിങ് നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നു. ഔട്ട്ഡോർ ട്രെയിനിങ് ഉണ്ട്, പ്രോപ്പർ അത്ലറ്റിക് രീതിയിലുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് അക്കാഡമി ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ ജിം ട്രെയിനിങ് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും, സ്പെഷ്യലി സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട്. പിന്നെ ഗ്രൗണ്ടിലാണ് ഇനി മുതൽ അങ്ങോട്ട് റണ്ണിങ് വരുന്നത്. നമ്മുടെ അക്കാഡമിയിലും സ്വന്തമായിട്ട് റണ്ണിങ് ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിലാണ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ്ങും ലഭിക്കുന്നത്. അപ്പോൾ സെലക്ഷൻ പ്രോസസ്സിലെ രണ്ടാമത്തെ അപ്ഡേറ്റും കറക്റ്റായിട്ട് ഇവിടെ നിന്ന് കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. ഫിസിക്കൽ ട്രെയിനിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചില കുട്ടികൾ ക്ലാസ്സിനോടൊപ്പം തന്നെ ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. കാരണം അക്കാഡമിയിൽ ഓഫ്ലൈൻ ബാച്ചിലാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ട്, അതിനുശേഷമാണ് ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ ചില കുട്ടികൾ ഫിസിക്കലി നല്ല സ്ട്രെങ്ത് ഉണ്ട്, അപ്പോൾ അവരെന്താണ് രാവിലെ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. എന്നാൽ വീക്കുള്ള കുട്ടികൾ സ്റ്റാർട്ടിങ്ങിൽ ഫിസിക്കലി ചെയ്തിട്ട് അതിനുശേഷമാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ രണ്ട് സെലക്ഷൻ പ്രോസസ്സിലെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാ ദിവസവും കറക്റ്റായിട്ട് ഇത് കിട്ടുന്നുണ്ട്. അതിനുശേഷമുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കുട്ടികളെ മെഡിക്കൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ആ ഒരു കേഡറ്റിനെ മെഡിക്കൽ അപ്ഡേറ്റ് എടുക്കും. എന്നിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് സർജറി ചെയ്യും. അത് എന്താണെങ്കിലും, DNS ആണെങ്കിലും, ഐ റിലേറ്റഡ് ആണെങ്കിലും, നോസ് റിലേറ്റഡ് ആണെങ്കിലും, എന്താണെങ്കിലും സർജറി നമുക്ക് എല്ലാം ഫോളോ ചെയ്യാവുന്നതാണ്. പക്ഷേ അതിനൊരു പീരീഡ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ചിലതിനൊക്കെ 6 month ഡ്യൂറേഷൻ, ചിലതിനൊക്കെ 11 month ഡ്യൂറേഷൻ. അത് കറക്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമേ ആ ഒരു കേഡറ്റിൻ്റെ അടുത്ത് നമുക്ക് ഗൈഡ് ലൈൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ സർജറി ചെയ്തോളൂ, പാസ്സാകുമെന്നൊക്കെ. അതിൻ്റെ പ്രോപ്പർ ഗൈഡ് ലൈൻ നമ്മൾ ഇവിടുന്ന് കൊടുക്കാറുണ്ട്. മെഡിക്കൽ അവയർനെസ് കറക്റ്റായിട്ട് ഓരോ കുട്ടിക്കും കിട്ടാറുണ്ട്. അതനുസരിച്ച് എന്താണ്, ആ കുട്ടി ഫൈനലി മെഡിക്കൽ പോയിന്റിൽ എത്തുമ്പോൾ അവനൊരു തടസ്സവും വരത്തില്ല, ഈസിയായിട്ട് അവൻ മെഡിക്കൽ ക്രോസ് ആവും. ഈ ഒരു അപ്ഡേറ്റ് നല്ല രീതിയിൽ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ സെലക്ഷൻ പ്രോസസ്സിലെ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫിസിക്കൽ ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മെഡിക്കൽ അവയർനെസ് അപ്ഡേറ്റും അതേപോലെ തന്നെ DVയും കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ, അതായത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നമ്മൾ പറയും ക്രൂഷ്യൽ ഡേറ്റ് മുന്നേ എല്ലാവരും എടുക്കണേ. പ്രോപ്പറായിട്ട് ഓറിയന്റേഷൻ ക്ലാസ്സിൽ നമ്മൾ ഇത് അപ്ഡേറ്റ്
ചെയ്യും. എല്ലാവരും ഡോക്യുമെന്റ് റെഡിയാക്കിയിരിക്കണം. നമ്മുടെ അക്കാഡമിയിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും അതുപോലെ തന്നെ ക്രൂഷ്യൽ ഡേറ്റിന് മുന്നേ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. കുട്ടികൾ എല്ലാവരും ഡോക്യുമെന്റ് റെഡിയാക്കുക, നേരത്തെ റെഡിയാക്കണേ, ക്രൂഷ്യൽ ഡേറ്റിന് ശേഷം ആരും റെഡിയാക്കരുത്, ചിലപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ വിത്ത്ഹെൽഡ് ലിസ്റ്റിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ കുട്ടികൾ പ്രോപ്പറായിട്ട് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. 2025 റിസൾട്ട് വന്നപ്പോഴും നമ്മുടെ അക്കാഡമിയിൽ നിന്ന് ഒരു കുട്ടി പോലും വിത്ത്ഹെൽഡ് ലിസ്റ്റിലില്ല. അത് റീസൺ എന്താണ്? പ്രോപ്പർ ഗൈഡ് ലൈൻ ആണ്. മനസ്സിലായ കുട്ടികൾ? അപ്പോൾ മെഡിക്കൽ അവയർനെസ്സും കഴിഞ്ഞു. അപ്പോൾ ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ടാണ് 2022-23 മുതൽ ഇത്രയും കുട്ടികൾ പാരാമിലിറ്ററിയിലേക്ക് കയറിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഇത് 2023 അപ്ഡേറ്റഡ് ആണ്. ഇത്രയും കുട്ടികൾ ട്രെയിനിങ്ങിനായിട്ട് പോയി, ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ആയി യൂണിറ്റിൽ പോസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഇത് 2023-24 അപ്ഡേറ്റ് ആണ്. ഇത്രയും കുട്ടികൾക്ക് ഇവിടെ നിന്ന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ക്ലാസ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത്, ഫിസിക്കലും മെഡിക്കലും കംപ്ലീറ്റ് ചെയ്ത്, ഇപ്പോൾ ട്രെയിനിങ്ങും കംപ്ലീറ്റ് ആയി ഇത്രയും കുട്ടികളുടെ ഇവർ യൂണിറ്റിലേക്ക് പോസ്റ്റിംഗ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് 2024-25 അപ്ഡേറ്റ്. ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഔട്ട് ആയിരിക്കുന്ന ബാച്ച്. ഈ ഒരു ബാച്ചിലും കൂടുതലും കുട്ടികൾക്ക് സെലക്ഷൻ നേടിക്കൊടുക്കാൻ പറ്റിയിരിക്കുന്ന ആന ഡിഫൻസ് അക്കാഡമിക്ക് തന്നെയാണ്. അറൗണ്ട് 37 കേഡറ്റ്സ് ആണ് അക്കാഡമിയിൽ നിന്ന് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. ഇത് ഓൺലി നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ മാത്രമാണ്. അല്ലാതെ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകളും അല്ലാതെ നമ്മുടെ അവയർനെസ് ക്ലാസ്സുകളും ഫിസിക്കൽ ട്രെയിനിങ് ഫോളോ ചെയ്ത് ഒത്തിരി കുട്ടികൾ പാസ്സായിട്ടുണ്ട്. അതിൻ്റെ ലിസ്റ്റേ ഇല്ല, അത് പ്ലസ് ആണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. അതായത് 37+ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. മനസ്സിലായ കുട്ടികൾ? അപ്പോൾ ഇത്രയും കുട്ടികൾക്ക് സെലക്ഷൻ നേടിക്കൊടുക്കാൻ പറ്റിയത് എങ്ങനെയാണ്? പ്രോപ്പറായിട്ട് ഒരു ഗൈഡ് ലൈൻ, സെയിം ടൈം ഫിസിക്കൽ ട്രെയിനിങ് ക്ലാസ് പ്രോപ്പറായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട്, സെയിം ടൈം മെഡിക്കൽ അവയർനെസ് ക്യാമ്പ്, ഇതെല്ലാം കറക്റ്റായിട്ട് ലഭിക്കുന്നത് കൊണ്ടാണ് കുട്ടികൾക്ക് ഒരു പ്രോബ്ലം വരാതെ കറക്റ്റായിട്ട് അവർ ഫൈനൽ ഗോളിൽ എത്തുന്നത്. അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ നിങ്ങളുടെ ഈ തവണത്തെ ചാൻസ് മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇവിടുന്ന് പ്രോപ്പറായിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭ്യമാണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് സെഷൻ ഉണ്ട്, പ്രാക്ടീസ് പേപ്പർ ഉണ്ട്, 150+ മോക്ക് ടെസ്റ്റ് ഉണ്ട്, ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ട്. ടോട്ടൽ ഓൺലൈൻ്റെ കോഴ്സസ് എന്ന് പറഞ്ഞാൽ 2500 രൂപയാണ്. ഇപ്പോൾ നിങ്ങൾ ഇനി ഓഫ്ലൈൻ വരണ്ട, കാരണം ഓഫ്ലൈൻ വന്നാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇനി അധികം ലഭിക്കത്തില്ല. ഓൺലൈൻ ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു ഫീസിൽ ക്ലാസ് ചൂസ് ചെയ്താൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും. മനസ്സിലായ കുട്ടികൾ? ഈ ഒരു ഒറ്റ ഫീസിൽ തന്നെ ഇപ്പം ക്ലാസ്സും കിട്ടും, 150+ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും കിട്ടും. അതേപോലെ തന്നെ എക്സാം പാസ് ആയതിനു ശേഷം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും പ്രോപ്പറായിട്ട്. അപ്പോൾ നിങ്ങൾ വേറെ എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ എടുക്കാവുന്നതാണ്. ഓൺലൈനിൽ എടുക്കുക, പ്രത്യേകം ഞാൻ പറയുകയാണ്. കാരണം ഓഫ്ലൈനിലെ ക്ലാസ്സുകൾ പരമാവധി കവർ ആയിട്ടുണ്ട്. പിന്നെ ഫൈനൽ റിവിഷന് വേണ്ടി വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രം ഓഫ്ലൈനിലേക്ക് വരിക കേട്ടോ കുട്ടികളെ. കാരണം ഇപ്പോൾ നമ്മൾ മിനി മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫൈനൽ റിവിഷനും ഇപ്പോൾ മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയും മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ കൊണ്ടുപോവുകയാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ അല്ല, ഓൺലി നമ്മുടെ അക്കാഡമിയുടെ പേഴ്സണൽ അപ്ഡേറ്റ് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്ത്. കാരണം ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം കേരളത്തിലെ തന്നെ SSGയുടെ എല്ലാ അപ്ഡേറ്റ്സും ടോപ്പിൽ ഷെയർ ചെയ്യുന്ന ആന ഡിഫൻസ് അക്കാഡമിയാണ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കണം നമ്മുടെ അക്കാഡമിയുടെ റിസൾട്ടും എത്രയാണ്, എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്നീ പോയിന്റുകളെല്ലാം തന്നെ. അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾ പാസ്സാവും. ഇതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും. ഒന്ന് ജോയിൻ ചെയ്യുക എല്ലാ കുട്ടികളും. നിങ്ങൾക്ക് ജോലി കിട്ടുന്നിടം വരെയെങ്കിലും ഈ ചാനൽ ഫോളോ ചെയ്യുക. കറക്റ്റായിട്ട് അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ 2 നമ്പർ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ സേവ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോഴ്സിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കുട്ടികളെ, നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ കുട്ടികളും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്. നമ്മൾ അതേ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. പ്രോപ്പറായിട്ട് അവർ പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതായത് സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതേ രീതിയിൽ എല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. SSGD 2026 തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ആന ഡിഫൻസ് അക്കാഡമി ബെസ്റ്റ് വിഷസ്. 2026 ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിനെക്കാട്ടി നല്ലൊരു റിസൾട്ട് ലഭിക്കുമെന്ന്. അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.